ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പുതിയ ചമ്മന്തി. നമ്മുടെ ശാന്തമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി പുതിയൊരു വെറൈറ്റിയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കഴിച്ച് നോക്കിയാൽ ചൂട് ചോറും ചമ്മന്തിയും കൂടെ ഇങ്ങനെ കഴിക്കണം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തി എന്ന് പറയുന്ന മുരിങ്ങയില ചമ്മന്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഫ്രഷ് മുരിങ്ങയില കിട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ആ, എന്ത് ചെയ്തല്ലോ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, ലാസ്റ്റ് പറയാൻ അറിയത്തില്ല കേട്ടോ. പല്ലൊന്നും പോയിട്ടില്ല. ഇതാ ഒരു പല്ല് പോകാനായിരിക്കും, അതുകൊണ്ടിട്ട്. അപ്പം ഞങ്ങളുടെ വെറൈറ്റി ചമ്മന്തി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുക, ഓക്കെ? അപ്പോൾ ഇന്ന് നമ്മുടെ വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവളെന്താ മുരിങ്ങയില കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മുരിങ്ങയില ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ശകലേ ഉള്ളൂ കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ചെറിയ സ്പൂണ്, ഒരു ശകലം കൂടെ ഉഴുന്ന് ചേർത്ത് കൊടുത്തു. ആ ഉഴുന്നൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന് മൂത്ത് വരുന്നുണ്ട്. ഉഴുന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു തണ്ട് നല്ല ഫ്രഷ് കരിവേപ്പില, പിന്നെ ചേർക്കുന്നത് 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ചേർക്കുന്നത് നമ്മുടെ കുഞ്ഞനുള്ളി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് 2 വത്തൽമുളക്, 2 പച്ചമുളക്, ഒരു കുഞ്ഞി പുളിക്കഷ്ണം. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് വഴന്ന് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇഞ്ചി ഇല്ലാത്ത ചമ്മന്തിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി എടുത്ത് വെച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ചോറിൻ്റെ അരി ഇടാനുള്ള വെള്ളം, ചോറിൻ്റെ അരി ഇടാനുള്ള വെള്ളം തിളച്ച് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അരി ഇട്ടിട്ടാട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി കഷ്ണം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് പുളി ഇഞ്ചി ഇല്ലാത്ത എണ്ണ ചമ്മന്തി അല്ലേ? ചമ്മന്തിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ പുളി, ഇഞ്ചി, ഉപ്പുമാണ്. മുളക് നമുക്ക് ഏത് ഉപയോഗിക്കാം. ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാം, വത്തൽമുളക് ഉപയോഗിക്കാം, കാന്താരി ഉപയോഗിക്കാം, പച്ചമുളക് ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഇഞ്ചിക്ക് ഇഞ്ചി തന്നെ വേണം അല്ലേ? പുളിക്ക് പുളി വേണം, കൂട്ടത്തിൽ ഉപ്പും വേണ്ടേ? ഇതാ നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 കൈപ്പിടി മുരിങ്ങയില. 1, 2. ഇപ്പോൾ ഫ്രഷ് മുരിങ്ങയില അപ്പുറത്തെ വീട്ടിലെ വഴിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം ലൈൻ കമ്പി കട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു മുരിങ്ങയില വേണമെന്ന്. അങ്ങനെ മുരിങ്ങയില എടുത്തുകൊണ്ട് വന്ന് വേഗം അടത്തി പെറുക്കി. ഇന്ന് മുരിങ്ങയില കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി ഇപ്പം നാളെ ആട്ടെ. ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു മുരിങ്ങയില തോരനാട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് മുരിങ്ങയില ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുരിങ്ങയിലയുടെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേ 2 കൈപ്പിടി മുരിങ്ങയില ഇട്ടതാണ്. ഇപ്പോൾ ഒറ്റ കൈപ്പിടി പോലും ഇല്ലാണ്ടായി, അത് ചൊങ്ങിപ്പോയി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇതിലേക്ക് തന്നെ ചേർക്കാം. എല്ലാം എങ്കിലും നമുക്ക് പച്ചയ്ക്ക് തേങ്ങ അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് തന്നെ ചേർക്കും, ചിലപ്പോൾ പച്ചയ്ക്ക് അരച്ചെടുക്കും.
നല്ല ഫ്രഷ് നാളികേരമാണെങ്കിൽ അങ്ങനെ ഇട്ടായിരിക്കും ഞാൻ. അല്ല ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് വെക്കുവാണെങ്കിൽ ഞാൻ അത് ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങയാണ്, അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്ര സ്പൂണ് എത്രയൊന്നും ഞാൻ അളവ് പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു കൈയുടെ അളവാണില്ല. ഇക്കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആ മുരിങ്ങയിലയും തേങ്ങായും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അക്കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കാരണം മുരിങ്ങയില ചുങ്ങിപ്പോകും, പിന്നെ തേങ്ങായും ഉള്ളിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് പാകത്തിന് വേണ്ടത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വത്തൽമുളക് ഇട്ടിട്ടുണ്ട് എല്ലാം, എങ്കിലും നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്താലും മതി. അത് വത്തൽമുളക് ഇടുമ്പോൾ അത് അരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഈ മണികളൊക്കെ ഇല്ലേ മുളകിനകത്തെ തരികൾ, അതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം എങ്കിലും മുളക് പൊടി ചേർത്താൽ മതി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറിലുള്ള ചമ്മന്തിയാണ്. മുമ്പേ നമ്മളെല്ലാം കൂടെ റെഡിയാക്കി വെച്ച ചമ്മന്തിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കുത്തിരി ചോറ്, സാധാരണ സോന മസൂരി ചോറിൻ്റെ കൂടെയൊക്കെ അതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പുരട്ടി ഈ ചോറും ഈ ചമ്മന്തി മാത്രം മതി കഴിക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ ആകാം, പിന്നെ ഒരു അച്ചാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി നമ്മുടെ പിന്നെ തൈരൊക്കെ കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണിത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതാണ് നമ്മുടെ മുരിങ്ങയില സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ താങ്ക് യു.